السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ സകലമായ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മളിൽ നിന്ന് മൗത്തായി പോയി. അല്ലാഹുവേ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണം അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണം അല്ലാഹ്. നമ്മളിൽ ധാരാളം ആളുകൾ രോഗികളാണ്. അല്ലാഹുവേ, ആജിലായ കാമിലായ പരിപൂർണ ശിഫാ നീ നൽകണം അല്ലാഹ്, പരിപൂർണ ശിഫാ നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ പവിത്രമാക്കപ്പെട്ട സഫർ മാസത്തിലെ ആദ്യ ദിവസത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്ത്, ഒരു ചെറിയൊരു സ്വലാത്ത്, ഒരു സെക്കൻഡ് മതി. അതാണ് അത്ഭുതം. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു കുഞ്ഞൻ സ്വലാത്ത്. നമ്മളൊക്കെ പതിവാക്കുന്നവരാണ് ഈ സ്വലാത്ത്, എപ്പോഴും നമ്മൾ ദായിമാക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഏഴ് മഹത്വങ്ങൾ, ഏഴ് നേട്ടങ്ങൾ നമ്മളിൽ പലവർക്കും അറിയില്ല. ഈ ചെറിയൊരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഏഴ് നേട്ടങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ഏഴ് നേട്ടങ്ങൾ നമുക്ക് പലർക്കും അറിയില്ല. എപ്പോഴും നമ്മൾ നിത്യ ജീവിതത്തിൽ ദായിമാക്കുന്ന സ്വലാത്താണ്, മുറുകെ പിടിക്കുന്ന സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ഏഴ് അത്ഭുതങ്ങൾ, അത്ഭുതകരമായിട്ടുള്ള ഏഴ് നേട്ടങ്ങൾ ഏതാണ്? ആ കുഞ്ഞൻ സ്വലാത്ത്, ഈ ചെറിയ എല്ലാവർക്കും ഏതു സമയത്തും ചൊല്ലാൻ പറ്റിയ ഈ ചെറിയ സ്വലാത്ത് ഏതാണ്? ഇൻഷാ അല്ലാഹ് ഈ സഫർ മാസം എന്താണ് മുഅ്മിനീങ്ങളെ? സഫർ മാസം റബീഉൽ അവ്വലിന് മുന്നോടിയായിട്ടുള്ള, അതിനെ സ്വാഗതം ചെയ്യുന്ന മാസമാണ് സഫർ മാസം, അല്ലേ? നമ്മളെ മുത്തിന്റെ മാസത്തിനെ സ്വാഗതം ചെയ്യുന്ന മാസമാണ് സഫർ മാസം. ഈ ഒരു മാസത്തിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലി തുടങ്ങിക്കോ. ഈ ഒരു സ്വലാത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എവിടെയും പരാജയപ്പെടൂല. എല്ലായിടത്തും അല്ലാഹു നമുക്ക് ഖൈറുകൾ നൽകും. ഏതാണ് മുഅ്മിനീങ്ങളെ ഏഴ് നേട്ടം? കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളെ സമയത്തെ വേസ്റ്റ് ആക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ ഏഴ് നേട്ടങ്ങൾ പറഞ്ഞ് ആ കുഞ്ഞു സ്വലാത്ത് പറഞ്ഞ് ഇൻഷാ നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള കൺസൾട്ടിങ്ങുകൾ ഡേറ്റ് ശനിയാഴ്ചയാണ്, ഇനി വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളും നമ്മളെ മജ്ലിസിലേക്ക് വിളിച്ചുകൊണ്ട് തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങളും ഇത്തരം ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഞങ്ങൾ പറഞ്ഞു തരണം, ഇതിനൊരു മാർഗം ഞങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇനി വരേണ്ട ഡേറ്റ് ശനിയാഴ്ചയാണ്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ബലാകളും അല്ലാഹു ഇനി തീർത്ത് നൽകണേ അല്ലാഹ്. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും അല്ലാഹുവേ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണം അല്ലാഹ്, ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണം അല്ലാഹ്, ജീവിതത്തിൽ ഉയർച്ച നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് മുഅ്മിനീങ്ങളെ അത്ഭുതകരമായിട്ടുള്ള ഏഴ് നേട്ടങ്ങൾ മഹാനായ ഷഹ്റാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മൻ സ്വല്ലാ സ്വലാത്തൻ വാഹിദ, ഈ ഒരു സ്വലാത്തിന് ആരെങ്കിലും ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അവനിക്ക് 70 റഹ്മത്തിന്റെ കവാടം അല്ലാഹു അവനിക്ക് തുറന്നിട്ട് കൊടുക്കും.
റഹ്മത്തിന്റെ കവാടം അള്ളാഹു എനിക്ക് തുറന്നിട്ട് കൊടുക്കണം. മുഅ്മിനീങ്ങളെ, നമുക്ക് റഹ്മത്ത് വേണം, അള്ളാഹുവിന്റെ കരുണ വേണം, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമുക്ക് വേണമെന്ന് മുഅ്മിനീങ്ങളെ. റഹ്മത്തില്ലാതെ നമുക്ക് ഇബാദത്തുണ്ട്, എനിക്ക് നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സ്വർഗം അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ, കഴിയൂല. കാരണം റഹ്മത്തില്ലാതെ ഒരാളും സ്വർഗം പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരാളും സ്വർഗം പ്രതീക്ഷിക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അള്ളാഹിന്റെ റഹ്മത്ത് വേണം. റഹ്മത്ത് വേണോ? 70 റഹ്മത്തിന്റെ കവാടങ്ങൾ, അബ്വാബുകൾ നിന്റെ മേൽ അള്ളാഹു തുറന്നിട്ട് തരും. നിന്റെ മേൽ അള്ളാഹു തുറന്നിട്ട് തരും. ഈ ചെറിയൊരു സ്വലാത്ത് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ സ്വലാത്ത് ചൊല്ലിയാൽ 70 റഹ്മത്തിന്റെ കവാടം അള്ളാഹുവിനക്ക് തുറന്നിട്ട് കൊടുക്കും. രണ്ടാമത്തെ നേട്ടം, രണ്ടാമതായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള നേട്ടം വേഗം പറഞ്ഞു പോവാണ് കേട്ടോ. കാരണം ആരുടെയും സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വേഗം പറഞ്ഞ് നമുക്ക് ആ സ്വലാത്തും പറഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹുവിന് ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ചെറിയ കുഞ്ഞൻ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലി അവനക്ക് കിട്ടുന്ന രണ്ടാമതായിട്ടുള്ള നേട്ടം, ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളോടൊരു ദയ അള്ളാഹു ഇട്ട് കൊടുക്കും. ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളോടൊരു ദയ അള്ളാഹു ഇട്ട് കൊടുക്കും. ചില ആളുകൾ പറയാറുണ്ട്, തങ്ങളെ ഞാൻ ഒരാൾക്ക് കടം വാങ്ങി എനിക്ക് എവിടുന്നും തിരിച്ചു കൊടുക്കാൻ സാധ്യമാകുന്നില്ല. ഞാൻ പലതും നോക്കി, അദ്ദേഹം എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കണം. ഒരിക്കലും കടക്കാരെ ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ. കാരണം അവനക്ക് തരാനുണ്ടായിട്ട് തരാത്തതാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാക്കണം. നമ്മൾ ചോദിക്കണം, ബുദ്ധിമുട്ടാക്കുന്നല്ല, ചോദിക്കണം. അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന് നിവർത്തില്ല, ഈ സമയത്ത് നിവർത്തില്ല, അത് നമുക്കറിയാം, നമുക്ക് ബോധ്യമുണ്ട്. പിന്നീട് നമ്മൾ ചോദിക്കൽ വലിയ തെറ്റാണ്, വലിയ ബുദ്ധിമുട്ടാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, അദ്ദേഹം എങ്ങനെ ബുദ്ധിമുട്ടാക്കാണ്, ചോദിച്ച് ബുദ്ധിമുട്ടാക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദയട്ട് കൊടുക്കണോ? ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ വലുതായി ബുദ്ധിമുട്ടാക്കാണ്, അവർക്ക് എന്നോട് ഒരു കരുണയില്ല, ഒരു ദയയില്ല, ഒരു ദയാഷ്ഠയില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കോ. ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് അള്ളാഹു ദയട്ട് കൊടുക്കും. പിന്നെ മൂന്നാമതായിട്ടുള്ള ഈ ചെറിയ കുഞ്ഞൻ സ്വലാത്ത് ചൊല്ലിയാൽ ആരും നിങ്ങളോട് ദേഷ്യപ്പെടൂല. മനസ്സിൽ കാപ്പട്യമില്ലാത്തവരാരും നിങ്ങളോട് ദേഷ്യപ്പെടൂല. മനസ്സിൽ പോരും കാപ്പട്യവും കളവും കള്ളത്തരവും താങ്ങി നടക്കുന്ന ആളുകൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നല്ലാതെ കാപ്പട്യമില്ലാത്ത, മനസ്സിൽ കളങ്കമില്ലാത്ത ആരും നിങ്ങളോട് ദേഷ്യപ്പെടൂല. എല്ലാവർക്കും നിങ്ങളോടൊരു ഇഷ്ടമായിരിക്കും, ഒരു മുഹബ്ബത്തായിരിക്കും. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, അല്ലേ? ഭർത്താവിനെ സ്നേഹിക്കണം, അയൽവാസികളെ സ്നേഹിക്കണം, കുടുംബങ്ങൾ എന്നെ സ്നേഹിക്കണം, നാട്ടുകാരെന്നെ സ്നേഹിക്കണം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നിന്നോടൊരു സ്നേഹമുണ്ടാകും. ആരും എന്നോട് ദേഷ്യപ്പെടൂല. അമ്മായിമ ദേഷ്യപ്പെടാറുണ്ട്, ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. ഭർത്താവ് ദേഷ്യപ്പെടാറുണ്ട്, ചൊല്ലിക്കോ. നാത്തൂമാര് ദേഷ്യപ്പെടാറുണ്ട്, ചൊല്ലിക്കോ. എന്നെ മുഅ്മിനീങ്ങളെ, ചൊല്ലിക്കോ. ഈ ചെറിയ സ്വലാത്താണ്. നമ്മൾ സ്വലാത്ത് കേൾക്കുമ്പോൾ ഇതാണോ സ്വലാത്ത്? ഞങ്ങൾ ചെല്ലുന്നതാണല്ലോ ഈ സ്വലാത്ത്, പക്ഷേ ഈ നേട്ടങ്ങൾ നിങ്ങൾക്കറിയോ? ഈ അത്ഭുതകരമായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ ഈ ചെറിയ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുമെന്ന് നമുക്കറിയോ? നമ്മളൊക്കെ ഒരു തോന്നല് വലിയ സ്വലാത്ത് ചൊല്ലിയാൽ വലിയ നേട്ടങ്ങളാണെന്ന്. അല്ല, ചെറിയ സ്വലാത്ത് നമ്മളെപ്പോഴും പതിവാക്കുന്ന ചെറിയ ഈ സ്വലാത്ത് ചൊല്ലിയാൽ വലിയ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ്. അങ്ങനെ വലിയ സ്വലാത്തുകൾക്ക് ഇബ്രാഹിമിയ സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൻ നാരിയ, അങ്ങനെ വലിയ സ്വലാത്തുകൾക്ക് അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളുണ്ട്. ഈ ചെറിയ സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാവർക്കും ചൊല്ലാൻ പറ്റും. അതാണ് മജ്‌ലിസ് ഞാൻ ഇതിനെ പരിചയപ്പെടുത്തുന്ന. റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് ഇതിനെ പരിചയപ്പെടുത്തുന്ന എല്ലാവർക്കും സ്വലാത്ത് ചൊല്ലാൻ കഴിയും. എല്ലാവരും ആദ്യമായി പഠിച്ച സ്വലാത്ത് ഈ ഒരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മുഅ്മിനീങ്ങളെ, നാലാമതായിട്ടുള്ള ഈ സ്വലാത്ത് ചൊല്ലിയാൽ നാലാമതായിട്ടുള്ള അവനക്ക് കിട്ടുന്ന നേട്ടം,
ആളുകൾ ആരും നിങ്ങളെ കുറ്റം പറയൂല, ജനങ്ങൾ ആരും നിങ്ങളെ കുറ്റം പറയൂല. നിങ്ങളെപ്പറ്റി ഏഷണി പറയൂല, പരദൂഷണം പറയൂല, നിങ്ങളെപ്പറ്റി ആരും കുറ്റം പറയൂല. നിങ്ങളെ ആരും കുറ്റം പറയൂല. നമുക്ക് തോന്നലുണ്ട് എൻ്റെ അയൽവാസികളെ ഞങ്ങളെ പറ്റി കുറ്റം പറയാണ്. അവിടെ ആരെങ്കിലും ഇങ്ങനെ കൂടി നിൽക്കുന്ന സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് അത് നമ്മളെ കുറ്റം പറയാണ്. അല്ലെങ്കിൽ അയൽവാസികൾ എന്നെ കുറ്റം പറയുന്നുണ്ട്, മക്കൾ എന്നെ കുറ്റം പറയുന്നുണ്ട്, ഭർത്താവ് എന്നെ കുറ്റം പറയുന്നുണ്ട് മറ്റുള്ളവരോട്. നമുക്കൊരു തോന്നലുണ്ടാകും. അത് നീങ്ങാൻ വേണ്ടി ആരും നിങ്ങളെ കുറ്റം പറയൂല. എല്ലാവർക്കും നിങ്ങളോടൊരു സ്നേഹം ഉണ്ടാകും. നിങ്ങളോട് എല്ലാവർക്കും ഒരു സ്നേഹം ഉണ്ടാവും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരും എന്നെ കുറ്റം പറയരുത്. ഞങ്ങളെ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ കേൾക്കുന്ന പരാതികളാണ്. എല്ലാവരും എന്നെ കുറ്റം പറയുന്നത് എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്നോടൊരു സ്നേഹമില്ല, എന്നെ ആർക്കും കണ്ടൂടാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നിങ്ങളോടൊരു സ്നേഹം ഉണ്ടാവാൻ, നിങ്ങളോടൊരു ദയ ഉണ്ടാവാൻ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. ഈ ചെറിയ സ്വലാത്തിനെ ചൊല്ലിക്കോ. അഞ്ചാമതായിട്ട് ഈ ചെറിയ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന അഞ്ചാമതായിട്ടുള്ള നേട്ടം, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിസന്ധികളും, എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റിത്തരും. നിങ്ങളെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഇടങ്ങേറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ പരാതി പറയാറുണ്ട്, കടങ്ങളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്, അത് വീടാൻ ദുആ ചെയ്യണേ. കടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു വീടില്ല, തങ്ങളെ മക്കളില്ല, ഭർത്താവിന് ജോലിയില്ല, മക്കൾക്ക് ജോലിയില്ല, അങ്ങനെ പരാതികളും പരിഭവങ്ങളും പറയുന്നവർ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ മഹാന്മാര് പറഞ്ഞു തരാണ്, എല്ലാ പരാതികളും, എല്ലാ പരിഭവങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റിത്തരും. പിന്നെ എന്തിനാണ് നിങ്ങളെ നമ്മൾ വെറുതെ കാത്തിരിക്കുന്നത്, വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നത്? നമ്മൾ ഒന്നും ചൊല്ലൂല, എന്നിട്ട് പറയും എനിക്ക് അല്ലാഹു ഒന്നും ഉത്തരം നൽകുന്നില്ലല്ലോ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂല, എന്നിട്ടാണ് പരാതികൾ പറയുന്നത്. നിങ്ങളെ ഈ ചെറിയ സ്വലാത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. നഫീസ ചൊല്ലട്ടെ, ഖദീജ ചൊല്ലട്ടെ, ഫാത്തിമ ചൊല്ലട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് മാത്രമല്ല അവരടങ്ങേറും മാറട്ടെ. എന്നാലേ നമ്മളടങ്ങേറും മാറുള്ളൂ. നിങ്ങളെ എന്നാലേ നമ്മളടങ്ങേറും മാറുള്ളൂ, അല്ലാഹു മാറ്റിത്തരുള്ളൂ ഇൻഷാ അല്ലാഹ്. ഈ ചെറിയ സ്വലാത്ത് ആറാമതായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടം ഖബർ രക്ഷയാണ്. ഈ സ്വലാത്ത് ഒരു നൂറാനിയത്തായി, ഒരു പ്രകാശമായി ഖബറിൽ കടന്നു വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖബറിലേക്ക് ഒരു പ്രകാശമായിട്ട് ഈ സ്വലാത്തിനെ കടന്നു വരും. മരണം മുതൽ, ഖബർ മുതൽ, മഹ്ശറ മുതൽ, സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മുതൽ സ്വർഗ്ഗം വരെ ഈ സ്വലാത്ത് നിങ്ങൾക്കൊരു കൂട്ടാളിയായി രക്ഷകനായിട്ട് ഈ സ്വലാത്ത് ഉണ്ടാകുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ജീവിതത്തിൽ, ദുനിയാവില്, നാളെ ആഖിറത്തില്, സ്വർഗം വരെ നമ്മളെത്തിക്കും സ്വലാത്ത്. അപ്പൊ ഈ സ്വലാത്ത് മതിയല്ലോ, അല്ലേ? എല്ലാത്തിനും ഈ സ്വലാത്ത് മതി. ഈ സ്വലാത്ത് മതി. നിങ്ങളെ ഈ ചെറിയ സ്വലാത്ത് നമുക്ക് ചൊല്ലാനും സുഖാണ്. അത് എണ്ണങ്ങൾ, ലക്ഷങ്ങൾ വരെ ചൊല്ലാൻ സുഖാണ്, അല്ലേ? ലക്ഷങ്ങൾ വരെ ചൊല്ലാൻ സുഖാണ്. റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും, ഈ സഫർ മാസത്തിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ കാരണം, റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും ഓരോരുത്തരും ഈ മജ്ലിസ് കാണുന്ന ഓരോരുത്തരും നിയ്യത്ത് വെക്കുക, ഞാൻ ഒരു 10,000 ഈ സ്വലാത്ത് ചൊല്ലും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് റബീഉൽ അവ്വലിൽ മജ്ലിസിൽ സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മളെ മജ്ലിസിൽ 5:30 നമ്മളെ മജ്ലിസില്ലേ, അതിൽ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളെ എല്ലാവരും ഞങ്ങളെ ഈ ഒരു സ്വലാത്ത് ഞാനൊരു 10,000 ഞാൻ ചൊല്ലും. അത് ഞാൻ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കും, അവരും ചൊല്ലും. നമ്മളെ അക്കൗണ്ടിലേക്കാണല്ലോ, അതിന്റെ ചെറിയൊരു ശതമാനം നമ്മളെ അക്കൗണ്ടിലേക്കാണ്, നമ്മളിലേക്കാണ്. നിങ്ങളെ നിങ്ങളുടെ കാരണത്താൽ, ഫാത്തിമയുടെ കാരണത്താൽ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ കാരണത്താൽ അബൂബക്കർ ചൊല്ലിയെങ്കിൽ, ഫാത്തിമയുടെ കാരണത്താൽ ഖദീജ ചൊല്ലിയെങ്കിൽ നമ്മളെ കൊണ്ടിട്ടില്ലേ?
നമ്മളെ കൊണ്ടല്ലേ ഫാത്തിമ ചൊല്ലിയത്, ഖദീജ ചൊല്ലിയത്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങളും ഏറ്റെടുക്കുക. ഒരു 10,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 1,00,000 സ്വലാത്ത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് 1,00,000 സ്വലാത്ത് ഞാൻ ഏറ്റെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നിങ്ങൾക്ക് സ്വർഗം വരെ നിങ്ങൾ എത്തിക്കുമെന്ന് നിങ്ങളെ. ഏഴാമതായിട്ടുള്ള നേട്ടം നമ്മളെല്ലാവരും കൊതിക്കുന്ന നേട്ടമാണ്. അത് ആഗ്രഹിക്കാത്തവരില്ല. ആ മുത്തിനെ, നമ്മുടെ നേതാവിനെ മനാമിലൊന്ന് കാണാൻ കൊതിക്കുന്നവര് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് ഒരു സഹോദരൻ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പറയാണ്, തങ്ങളെ എൻ്റെ ഉപ്പാക്ക് അങ്ങയെ കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്, വലിയ ആഗ്രഹമാണ്. എൻ്റെ ഉപ്പ ഷാമിലാണ്, അങ്ങയെ കാണാൻ വല്ലാത്ത കൊതിയാണ്. മുത്തുനബി ആ സഹോദരനോട് പറഞ്ഞു, ഉപ്പയെ എൻ്റെ ചാരത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ആ സഹോദരൻ പറയാണ്, എൻ്റെ ഉപ്പാക്ക് കാഴ്ചയില്ല നബിയെ, എൻ്റെ ഉപ്പാക്ക് കാഴ്ചയില്ല. അപ്പൊ മുത്തുനബി ആ സഹോദരന്, ആ യുവാവിന് കൊടുക്കുകയാണ് ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലിക്കോ, എന്നെ നിങ്ങൾ ഉപ്പാക്ക് മനാമിൽ കാണാം, സ്വപ്നത്തിൽ കാണാം. അതാണ് നിങ്ങളെ ഈ സ്വലാത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്ഭുതമാണ് ഈ സ്വലാത്ത് ചൊല്ലാൻ പറയാണ്. നിങ്ങൾക്ക് മനാമിൽ നിങ്ങൾ ഉപ്പാക്ക് എൻ്റെ പൂമേനി, എൻ്റെ മുഖം കാണാം, എന്നെ കാണാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ആഗ്രഹമില്ലേ മരിക്കുന്നതിന് മുമ്പ്, നമ്മളെ കണ്ണടയുന്നതിന് മുമ്പ്, ഇമകളടയുന്നതിന് മുമ്പ് ആ മുത്തിന്റെ ആ റൗളാ ശരീഫിലേക്കൊന്ന് പോയി അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ആഗ്രഹിക്കുന്നവരല്ലേ, കൊതിക്കുന്നവരല്ലേ എൻ്റെ മുത്തുനിങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ചെറിയ സ്വലാത്ത് പറയട്ടെ. ചെറിയ സ്വലാത്താണ്. നിങ്ങൾ ഈ സ്വലാത്ത് കേൾക്കുമ്പോൾ ഇതാണോ സ്വലാത്ത്? അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തണ്ട. അതിന്റെ 7 മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 7 മഹത്വങ്ങളാണ്. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്നവരുണ്ടാകാം, എപ്പോഴും ചൊല്ലുന്നവരാണ്. പക്ഷേ ഇതിനെ ദായിമാക്ക്. എത്ര? 101 ചൊല്ലാം, 313 ചൊല്ലാം, 4444 ചൊല്ലാം, ലക്ഷങ്ങൾ ചൊല്ലാം, ആയിരങ്ങൾ ചൊല്ലാം. എണ്ണമില്ലാത്ത അത്രയും ലക്ഷക്കണക്കിന് കോടാനുകോടി സ്വലാത്തുകള് ഈ മാസങ്ങളിൽ മുത്തിന്റെ റൗളാ ശരീഫിലേക്ക് ചെല്ലുന്ന സമയമാണ്. ചെല്ലുന്ന സമയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മളും ചെല്ലണം. ഈ സയ്യിദിയ മജ്ലിസിലിരുന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളും ചൊല്ല്. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏതാണ് ആ സ്വലാത്ത്? സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഈ സ്വലാത്ത് അല്ലേ എല്ലാവർക്കും അറിയുന്നതല്ലേ, എല്ലാവരും ചൊല്ലുന്നതല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലി ഈ സ്വലാത്തിനെ മുത്തിന്റെ റൗളാ ശരീഫിലേക്ക് എത്തിക്കണം അല്ലാഹ്, എത്തിക്കണം
എത്തിക്കണല്ലോ, നീ എത്തിക്കണല്ലോ. മരിക്കുന്നതിന് മുമ്പ് ആ മുത്തിന്റെ ആ പൂമേനി ഒന്ന് മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ്, ഇമകളടയുന്നതിന് മുമ്പ് ആ റൗളാ ശരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ, നീ തൗഫീഖ് നൽകണല്ലോ. ഈ സ്വലാത്തിനെ ഈ മജ്ലിസിൽ നിന്നല്ലോ ഞങ്ങൾ മുറുകെ പിടിക്കാൻ ഞങ്ങൾ തയ്യാറായി. ഏഴ് നേട്ടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകണല്ലോ, ഞങ്ങളെ ജീവിതത്തിൽ നൽകണല്ലോ, ഞങ്ങളെ ജീവിതത്തിൽ നൽകണല്ലോ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ബർക്കത്ത് നൽകണല്ലോ. അല്ലാഹുവേ വിജയം നൽകണല്ലോ, എല്ലായിടത്തും നീ വിജയം നൽകണല്ലോ. വിജയികൾ അല്ലോ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ MJ30 മജ്ലിസ്, സയ്യിദിയ മജ്ലിസ്, ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കാൻ പുണ്യം നേടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.